സ്വാമി ശരണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലോ അടുത്ത ആഴ്ചയോ നിങ്ങൾ റേസ് ചെയ്യണം. കാരണം എന്നെ പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്നും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച സത്യം പറയാൻ ഞാൻ കാണില്ല. ആ ജോലി നിങ്ങളെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് എൻ്റെ വിഷയം കൂടെ പറഞ്ഞിട്ട് കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് പോലീസുകാർ വീണ്ടും രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഓൾറെഡി അപ്രോച്ച് ചെയ്തു. അതിന്റെ ഹിയറിംഗ് തിങ്കളാഴ്ച ഉണ്ട്. ആദ്യത്തെ പോയിന്റ്, വേണമെങ്കിൽ എനിക്ക്, ഞാൻ ഇങ്ങനെ ചോദിക്കുകയല്ല, വേണമെങ്കിൽ എനിക്ക് ശബരിമല തന്ത്രിയോട് അനീതി ചെയ്തു, കള്ളക്കേസിൽ കുടുക്കി, പ്രതികാരമായി അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, ഏതെങ്കിലും രീതിയിൽ CPM-നെ കേസുമായി ബന്ധിപ്പിക്കണം, അന്നത്തെ ദേവസ്വം മെമ്പർ 83 വയസ്സായ സ്ട്രോക്ക് വന്ന ഒട്ടും വയ്യാതെ കിടക്കുന്ന ശ്രീ ശങ്കർദാസിനെ കൂടി കേസിൽ കുടുക്കി ഉപദ്രവിക്കണം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. 95% ആൾക്കാരും BJP-യിലെയും കോൺഗ്രസിലെയും ആൾക്കാർ അതാണ് പറയുന്നത്. തന്ത്രിയുടെ കാര്യം ഓക്കെ, ഇനി മന്ത്രിയെ കൂടെ അറസ്റ്റ് ചെയ്യണം, എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന്. അങ്ങനെ പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വരമല്ല. അനീതിക്ക് മറുപടി കൂടുതൽ അനീതിയല്ല, കള്ളത്തിന് മറുപടി കൂടുതൽ കള്ളമല്ല. ഈ കേസ് നോക്കൂ, ഞാൻ ഫ്രണ്ട് പേജിൽ അതിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിന്റെ അനുമതി ചോദിച്ചില്ല എന്ന് പറഞ്ഞൊരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക. ദൈവത്തിന്റെ അനുമതി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന അതേ വാചകങ്ങളാണ്. ഞാൻ ഇനിയും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ TV നിന്നായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് കാണുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പിയുടെ ഒറിജിനലും ആ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും അതിന്റെ സാധാരണ മലയാളവുമാണ്. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം, പ്രത്യേകിച്ച് നിങ്ങൾ അറിയാനാണ്. ദേവന്റെ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡീറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ദേവന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക നടപടിക്രമങ്ങൾ പാലിച്ചില്ല, SIT-കാര അയ്യപ്പ മൊഴി കൊടുത്തു, ദൈവത്തിന് അനുമതി കിട്ടിയില്ല. പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അയ്യപ്പന്റെ അനുമതി കിട്ടിയില്ല എന്ന് SIT-കാർക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പ മൊഴി കൊടുത്തു. അതായത് അയ്യപ്പനും അവിടുത്തെ തന്ത്രിയും അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലെ മൂർത്തിയും അവിടുത്തെ പുരോഹിതനും അല്ലെങ്കിൽ പ്രീസ്റ്റോ തന്ത്രിയും തമ്മിലുള്ള ധ്യാനത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെങ്കിൽ അയ്യപ്പന് ഇമെയിൽ അയക്കുകയല്ല ചെയ്യുന്നത്. പകരം ദേവന്റെ അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയാനുള്ള ഏക അധികാരമുള്ള ആള് തന്ത്രിയാണ്. അപ്പം ദേവന്റെ അനുജ്ഞ അനുമതി എടുത്താൽ മതി, അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടിക്രമങ്ങൾ പാലിക്കാതെയും പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് അറിവുള്ള, അതായത് ആര് പുറപ്പെടുവിച്ചിട്ടുള്ളത്? ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന അറിവുള്ള രാജീവ് തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ആചാര കാര്യങ്ങളിലെ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി അപ്രകാരം പ്രവർത്തിച്ചില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മുതലുകൾ കൈമാറുന്നത് തടയാൻ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തി. അതായത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി പാലിച്ചു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുത്തുവിടുന്ന തടഞ്ഞില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവിട്ടാൽ തന്ത്രിക്ക് എതിര് പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലും എഴുതി തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കേസിന്റെ മെറിറ്റിലേക്ക് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, എല്ലാ അമ്പലങ്ങളിലും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാ അമ്പലങ്ങളിലും 2 തരത്തിലാണ് അതിന്റെ അധികാര ഘടന. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണപരിധിയാണ്. ആത്മീയ കാര്യങ്ങൾ, ആചാര കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എനിക്ക് അങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ 2026 ഇലക്ഷന് വേണ്ടി ഒരു ഇലക്ഷൻ പ്രതിരോധ ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത്. അതായത് CPM-നെതിരെ വരുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോട് ബന്ധപ്പെട്ടവർക്കെതിരെ വരുന്ന വാദങ്ങളെ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ ശ്രദ്ധ തിരിക്കാനും തന്ത്രിയെ ബലിയാടാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനും തന്ത്രിയെ ബലിയാടാക്കി ശ്രദ്ധ മാറ്റാനും ഉള്ളൊരു ശ്രമമല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട് ഹൈക്കോടതിയുടെ, ഒന്നിൽ പോലും തന്ത്രിയെ കുറിച്ച് നെഗറ്റീവായി പരാമർശിച്ചിട്ടില്ല. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഈ കേസിലെ പരാതിക്കാരൻ ഹൈക്കോടതിയാണല്ലോ. ജസ്റ്റിസ് രാജ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും സ്വമേധയാ എടുത്ത കേസാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ കേസിലെ പരാതിക്കാരൻ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ്.
ആ ഹൈക്കോടതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ ഹൈക്കോടതി മുമ്പോട്ട് വെച്ച കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒരു ഇടക്കാല വിധിന്യായത്തിൽ നമ്പർ ഇട്ട് അക്കമിട്ട് ഈ 9 കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. നമ്മളെല്ലാം വളരെ ആവേശത്തോടെ കണ്ടതാണ്, അഭിമാനത്തോടെ കണ്ടതാണ്. നമ്മുടെ ഹൈക്കോടതി ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയെ എക്സ്പോസ് ചെയ്യാൻ എടുക്കുന്ന മഹത്തരമായ ശ്രമങ്ങൾ. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിലെങ്കിലും ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠര് രാജീവരെ കുറിച്ച് നെഗറ്റീവ് പരാമർശമുണ്ടോ? അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വേട്ടയാടുന്നത് എന്തിനാണ്? ഭരണപരമായൊരു വീഴ്ച, അഡ്മിനിസ്ട്രേറ്റീവ് ആയ ഒരു വീഴ്ച ഉണ്ടായതിന് തന്ത്രി എന്തിനാണ് പറയുന്നത്? ഇനി ഒരു കാര്യം കൂടെ ആദ്യമേ പറയാൻ വ്യക്തമാക്കുന്നു. തന്ത്രി ഏതെങ്കിലും തരത്തിൽ എന്റെ ബന്ധു ആയതുകൊണ്ടോ പരിചയക്കാരനായതുകൊണ്ടോ അല്ല ഇത് പറയുന്നത്. ഞാനും കണ്ഠര് രാജീവരവറുകളും പരസ്യമായി പല കാര്യങ്ങളിലും വിയോജിച്ചിട്ടുണ്ട്. അതിശക്തമായി പൊതുമാധ്യമങ്ങളിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ശബരിമല പ്രക്ഷോഭ കാലത്ത് 2018 എന്റെ മുത്തശ്ശിയാണ് ആദ്യമായി അറസ്റ്റിലായത്. എന്നെ അതിരൂക്ഷമായി എന്ന് കണ്ഠര് രാജീവർ വിമർശിച്ചിരുന്നു. ഈ അന്തർജനത്തെ അല്ലെങ്കിൽ ഈ പ്രായമായ സ്ത്രീയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി അറസ്റ്റ് ഒന്നും വേണ്ട എന്ന് വിമർശിച്ചിരുന്നു. ഞാനും തിരിച്ച് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലല്ല. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലും സുപ്രീം കോടതിയിലടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇടപെട്ട വ്യക്തി എന്ന രീതിയിലുമാണ് പറയുന്നത്. അയ്യപ്പ ധർമ്മസേനയുടെയും അയ്യപ്പ വിശ്വാസികളുടെയും ഭാഗത്തു നിന്നാണ് പറയുന്നത്. കണ്ഠര് രാജീവരുടെ തെറ്റെന്താണ്? ആദ്യം പല ആൾക്കാരും പല നിറം പിടിപ്പിച്ച കഥകളും പറയുകയുണ്ടായി. പിന്നീട് ഈ മാധ്യമങ്ങളിലും കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് ഇത് ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് തോന്നിയോ? തികച്ചും ദുർബലവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? ഇനി ഇതിന് മറുപടി, അതുമാണ് വളരെ പ്രസക്തം. ഇനി ഞാൻ അറസ്റ്റ് ചെയ്തു പോയാൽ വേറെ ആരും പറയാനില്ലെങ്കിൽ നിങ്ങൾ പറയണം. നേരെ തിരിച്ച് ഈ ശങ്കർദാസ് എന്ന് പറയുന്ന 83 വയസ്സായ മനുഷ്യൻ, പക്ഷാഘാതം വന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് നന്മയാണുള്ളത്? ട്രയലിന്റെ ഘട്ടത്തിൽ ഇദ്ദേഹം തെറ്റിയിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞാൽ ചെയ്യാം. പക്ഷേ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഈ വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നന്മയും ന്യായവും ഇല്ല. CPM-നോട് എതിര് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. കടകംപള്ളി സുരേന്ദ്രൻജിയോടക്കം CPM-നോട് എതിര് നിൽക്കുന്ന, അടുത്ത തവണ കോൺഗ്രസ് ജയിക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ സാറ് മാത്രമായിരുന്നു വന്ന് വിശ്വാസികളോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചത്. ആക്ടിവിസ്റ്റുകൾ വേണ്ട, സ്ത്രീകൾ വേറെ, ആക്ടിവിസ്റ്റുകൾ വേറെ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് ശ്രീ കടകംപള്ളി. എന്തിന്? നമ്മുടെ അയ്യപ്പ സംഗമം, മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമത്തിന് പോലും വന്ന് ശബരിമല വിധിന്യായം സുപ്രീം കോടതിക്ക് തെറ്റായി പോയി എന്ന് പറയാൻ പോലും ധൈര്യം കാണിച്ചതാണ്. ഇതേവരെ കോടതി കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി എതിർപക്ഷത്ത് നിൽക്കുന്നവരെയോ മറുപക്ഷത്ത് നിൽക്കുന്നവരെയോ കരിവാരി തേക്കുന്നതിന് എന്ത് മെച്ചമാണ്, എന്ത് നന്മയുള്ളത്? ഇപ്പൊ ഇന്നലെ പ്രധാനപ്പെട്ട, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പ്രധാനപ്പെട്ട കോൺഗ്രസ് BJP നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണുകയുണ്ടായി. തന്ത്രി ഓക്കെ, ഇപ്പൊ ഇനി മന്ത്രിയും കൂടെ വേണം. ഈ പ്രാസം ഒപ്പിച്ചാൽ സത്യമാകൂ? ഈ പ്രാസം ഒപ്പിച്ച ഇനി അടുത്ത മന്ത്രി അറസ്റ്റ് ചെയ്താൽ എന്നാ അടുത്ത മുഖ്യമന്ത്രി? ഇതിങ്ങൊരു നിരന്തര പരമ്പരയായി പോകാൻ ഇത് TV സീരീസോ വെബ് സീരീസോ TV സീരിയലോ എന്തെങ്കിലും ആണോ? അതായത് എല്ലാ ആഴ്ചയും ആരെങ്കിലും കൊടുക്കണം, അതിന്റെ പേരിൽ നമുക്ക് ആനന്ദിക്കണം എന്ന് കരുതുന്നതിന് എന്ത് ലോജിക്കാണ്? ഇതുവരെ ലഭ്യമായ തെളിവുകൾ എന്താ? ശബരിമലയിൽ നിന്ന് സ്വർണ്ണ പാളികളിൽ നിന്നും കട്ടിള പാളികളിൽ നിന്നും, അതായത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കൊണ്ടുപോയി 1.5 കിലോഗ്രാമും 2.5 കിലോഗ്രാമും ഉള്ളത് 400 ഗ്രാമും 450 ഗ്രാമും ആയി കുറയുകയുണ്ടായി. ഇതാണ് അന്വേഷണം. ഇതിനപ്പുറമായിട്ട് ഏതെങ്കിലും വലിയ ഡീലുകൾ നടന്നിട്ടുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്ന പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 500 കോടി വിലയുള്ള ഡീല് നടന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് പകരം പഴയ കേസിന്റെ പരിധികളിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് പുതിയ ആൾക്കാരെ കുടുക്കി എല്ലാ ആഴ്ചയും പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനപ്പുറം എന്ത് നന്മയാണ് ഇതിലുള്ളത്? അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്വമേധയാ കേസ് ആയതുകൊണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതാണ്. ഇനി പ്രൊസീജിയർ ഉണ്ട്. അദ്ദേഹത്തിന് ചൊവ്വാഴ്ചയാണ് വരുന്നത്. അതിനുശേഷം വീണ്ടും കീഴ്ക്കോടതികളായിട്ട് ഒരുപക്ഷെ ജാമ്യം കൊടുക്കില്ല, മേൽക്കോടതികളിലേക്ക് പോകും. ഒരാഴ്ച ജാമ്യം കിട്ടുമായിരിക്കും. ഫ്രിവലസ് കേസാണ്. പക്ഷേ അതിനുള്ളിൽ ശബരിമലയെ അപമാനിക്കാനും ശബരിമല തന്ത്രിയെയും വിശ്വാസികളും അപമാനിക്കാനും ഒരു നീക്കമല്ലേ നടക്കുന്നത്? തന്ത്രിക്കെതിരെ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്നോ, തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയെന്നോ, അങ്ങനെ ഒന്നും റിമാൻഡ് റിപ്പോർട്ടിലോ കാര്യങ്ങളോ ഇല്ല. ഒന്ന് ആലോചിച്ചു. ഞങ്ങൾ ആദ്യം ഞാനൊക്കെ കേട്ടപ്പോൾ ഞെട്ടുകയാണ് ഉണ്ടായത്. അതായത് ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രികമായ കാര്യങ്ങളിൽ, ആചാര കാര്യങ്ങളിൽ വീഴ്ച വരുത്തി. അപ്പോ ഇനി ഒരു കാര്യം കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇനി ഞാൻ അടുത്ത ആഴ്ച അറസ്റ്റിലായാലാണ്, ഈ അടുത്ത ആഴ്ച മുതൽ എന്നാ കടകംപള്ളി, എന്നാ ശങ്കർദാസ് എന്ന് പറഞ്ഞ് പോകരുത്. സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി എന്നെ ഇന്നലെ വിളിച്ച് വളരെ മുതിർന്ന 1-2 നേതാക്കൾ പറഞ്ഞു, ശങ്കർദാസ്, ഞാൻ കുറെ ദിവസമായി ശ്രീ ശങ്കർദാസിനെ TV-യിൽ സപ്പോർട്ട് ചെയ്തു, ശങ്കർദാസിനെ സപ്പോർട്ട് ചെയ്തത് അയാളുടെ മകനാണ് ശബരിമല യുവതികളെ കയറ്റിയത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇനി ആണെങ്കിലും അല്ലെങ്കിലും അതിന്റെ പേര് പുള്ളിയുടെ അച്ഛനെ വേട്ടയാടാൻ പറ്റൂ. അതായത് ശ്രീ ശങ്കർദാസിന്റെ മകൻ നമ്മുടെ ഹരിശങ്കർ ഇവിടുത്തെ DIG ആണെന്ന് പറയുന്നു, പുള്ളിയാണ് കയറ്റിയെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ആയിരിക്കാം അല്ലായിരിക്കാം. അത് അന്നത്തെ പ്രശ്നം, അന്ന് പരസ്പരം തല്ലുകൂടി അത് തീർന്നു, വിശ്വാസികൾ വിജയിക്കുകയും ചെയ്തു.
2018 എനിക്കറിയില്ല കേട്ടോ, അദ്ദേഹം കയറ്റി എന്നല്ല, അങ്ങനെ ആരോപണമുണ്ട്, പല ആൾക്കാരും ഉന്നയിച്ചു. 2018 അദ്ദേഹം എന്തോ ചെയ്തു എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ ജയിലിൽ കിടത്തണമെന്ന് പറയുന്നതിന് എന്ത് നന്മയാണ്? നമ്മൾ ഈ വ്യക്തിവിരോധം തീർക്കാനായി പോലീസ് കേസിനെയും കോടതിയും ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ തിന്മ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലുള്ള ശക്തമായ നിലപാടും അഭ്യർത്ഥനയുമാണ് അറ്റ്ലീസ്റ്റ് ആ ശങ്കർദാസ് എന്ന് പറയുന്ന പാവപ്പെട്ട ഇത്രയും പ്രായമായ മനുഷ്യനെങ്കിലും വേട്ടയാടുന്നത്. അദ്ദേഹം നിങ്ങൾ ദൈവത്തിന്റെ സ്വത്ത് കട്ടവരാണ് എന്നൊക്കെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ വിധിന്യായം ഞാൻ വായിച്ചു. അങ്ങനെയൊന്നും അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. കാഷ്വൽ ഒബ്സർവേഷന്റെ ഭാഗമായി ഈ കേസ് ഇതാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇങ്ങനെ പൊലിപ്പിച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അപ്രോച്ച് ചെയ്യും, ഇത്രയും സുപ്രീം കോടതി പറഞ്ഞുള്ളൂ. പക്ഷേ നമ്മൾ ഈ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ല. ഇവിടെ നടക്കുന്നത് കള്ളത്തരവും അനീതിയുമാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ CPM-ന് ഇലക്ഷനിലേറ്റ തിരിച്ചടി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഫലമാണെന്ന് കണ്ട് 2026 ഇലക്ഷനുള്ള പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് നന്മയുടെ രാഷ്ട്രീയമല്ല, നല്ല രാഷ്ട്രീയമല്ല. ആ വിഷയത്തിന് രാഷ്ട്രീയമായ മറുപടി പറയാം, പക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും നിൽക്കാത്ത ആൾക്കാരെ അത് അറസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമല്ല. ഇനി എന്റെ കാര്യം കൂടെ, അത് ഇന്ന് രാവിലെ അറിഞ്ഞത്, എന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ സത്യം പറയാൻ ഉണ്ടാവും എന്നറിയില്ല. ദൈവത്തെ ഓർത്ത് ഏതെങ്കിലും വേട്ടമൃഗത്തെ എല്ലാ ദിവസവും വേണം എന്ന ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തരുത്. കോടതിയുടെ പരിധിയിലും കോടതി മുമ്പോട്ട് വെക്കുന്ന ഒബ്സർവേഷനിലും അല്ലെങ്കിൽ റിട്ടേൺ വെർഡിക്റ്റിൽ നിന്നുകൊണ്ട് തന്ത്രിക്കെതിരെ ഒരു പരാമർശം പോലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. ഇതുവരെയാണ് ഇതുവരെ വസ്തുതയാണ്. ഇനി നാളെ ഹൈക്കോടതി തന്ത്രിക്കെതിരെ എന്തെങ്കിലും പരാമർശം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മളടക്കം എല്ലാവരും എതിര് പറയും. ഇനി കോടതിയെ വിശ്വസിക്കാൻ എല്ലാവർക്കും വേറെ വഴിയില്ല. ഹൈക്കോടതി തന്ത്രിക്കെതിരെ പരാമർശം പറയുന്നത് വരെ ഈ തന്ത്രിയല്ല ആരെയാണെങ്കിലും കരിവാരി തേക്കാനോ മോശവൽക്കരിക്കാനോ അല്ലെങ്കിൽ കാടടച്ച് വെടിവെക്കാനോ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് അത് വ്യക്തിപരമായ താല്പര്യം കൊണ്ടല്ല, ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഈ കള്ളക്കേസുകളുടെയും പൊളിറ്റിക്കലി ഡ്രിവൺ കേസസ്, രാഷ്ട്രീയ ലാഭങ്ങളുടെ കേസുകളുടെ ഒരു പരമ്പരയാണ്. 3 പോയിന്റുകൾ ഒന്നുകൂടെ സംഗ്രഹിച്ചു നിർത്താം. ഒന്ന്, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി അടുത്ത തവണ 2026 ഇലക്ഷനിലേക്ക് CPM-നെതിരെ വരുന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെ വരുന്ന വിമർശനങ്ങളിൽ മുനയടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർക്ക് മുനയടിക്കാൻ കഴിയുമെന്ന് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. പക്ഷെ അതിന് ഈ കേസുമായി യാതൊരു ബന്ധമില്ലാത്തവരെ കള്ളക്കേസിൽ പിടിച്ചിടരുത്. രണ്ടാമത്തെ കാര്യം, തന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദുർബലവും വൈരുദ്ധ്യവും ഉള്ളതാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി തടയണമെന്നാണോ പറയുന്നത്? നിങ്ങൾ ആ വരികളിൽ നിന്ന് നോക്കുക. അതായത് അങ്ങനെ മുതൽ കൈമാറുന്നതിന് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെയും വീഴ്ച വരുത്തിയിട്ടുണ്ട്. തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേവസ്വം ബോർഡ് അങ്ങനെ ഉത്തരവിട്ടാൽ? തന്ത്രിക്ക് ആലോചിച്ച് നോക്കുക എന്താ എഴുതിയിരിക്കുന്നതെന്ന്. കുറച്ച് ലോഡഡ് ലാംഗ്വേജിൽ കടുകട്ടിയുള്ള മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതി എഴുതി എന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ വരി? അതുകൊണ്ട് ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക കാര്യങ്ങൾ പാലിച്ചില്ല, ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽ പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല. അപ്പം തന്ത്രി എന്ത് ചെയ്യണം? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല. അപ്പം തന്ത്രി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദികളൊന്നും ഞാനായിരിക്കും. ഞാൻ എപ്പോഴും പോകുമ്പോൾ പറയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി സോഫ്റ്റ് ടാർഗറ്റ് ആകുന്നത് ഇങ്ങനെയാണ്. കാര്യം ക്രിസ്ത്യനോ മുസ്ലിമോ സമൂഹത്തിൽ ഏതെങ്കിലും പുരോഹിതനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെയോ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് അപമാനിക്കാൻ പലപ്പോഴും ഗവൺമെന്റുകൾ മുതിരില്ല. കാരണം സംഘടിതമായ ശക്തിയും ഈ അസംഘടിതമായ ഹിന്ദു സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ, ശബരിമലയെ പോലെ സെക്കുലർ ആയ പ്ലൂറലിസ്റ്റിക് ആയ ബഹുസ്വരവും മതസൗഹാർദ്ദവുമായ സ്പേസിലുള്ള ഒരാളാണ് വാവരും വെളുത്തുള്ള ആളാണ്. നമ്മുടെ പ്രസിഡന്റ് പോലും വാവരുപള്ളി പോയിട്ടാണ് അയ്യപ്പനോട് തൊഴാൻ വരുന്നത്. ആ സ്പേസിലുള്ള ഹിന്ദുവായ തന്ത്രി അല്ലെങ്കിൽ വിശ്വാസിയായ തന്ത്രിക്കെതിരെ അങ്ങനെ വരുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ചെയ്യുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹത്തിനടക്കം നീതി കൊടുക്കാൻ കഴിയണം. അദ്ദേഹത്തിനോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടല്ല, യാതൊരു തരത്തിലുള്ള ബന്ധുത്വം കൊണ്ടല്ല, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടല്ല. നടക്കുന്നത് പച്ചയായ അനീതിയാണ്, പച്ചയായ കള്ളത്തരങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും വലിയ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷന് CPM-നും പിണറായി ഗവൺമെന്റിനും എതിരെ വരുന്ന മുനയൊടിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. കോടതി ഒബ്സർവേഷൻ വെച്ച് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാവൂ. CPM-നെ എതിർക്കുന്ന കോൺഗ്രസിനും BJP-യോടുള്ള അഭ്യർത്ഥന, ഇതൊരു പൊളിറ്റിക്കൽ ഫുട്ബോളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കാനുള്ള അവസരമായി എടുക്കരുത്. കാര്യം ഈ ഗോൾ പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതമാണ്.
ഒരുപാട് ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട്. എന്റെ മുത്തശ്ശനാണ് ഏറ്റവും കൂടുതൽ കാലം ശബരിമല തന്ത്രിയായിരുന്ന വ്യക്തി, കണ്ടൂർ മഹേശ്വർ. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത്, എന്ത് പറ്റി, അവർ സ്വർണം മോഷ്ടിച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കോടതി മാറ്റുമായിരിക്കും. പക്ഷെ അവിടേക്കുണ്ടായ ഡാമേജുകൾ, വിശ്വാസികളുടെ വേദന, ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറയുന്ന നറേറ്റീവ്, പോലീസ് പറയുന്ന കഥ അപ്പാടെ വിഴുങ്ങി അതിന്റെ ബേസിൽ ഒരു മുൻവിധി, പ്രജുഡിസ് ഉണ്ടാക്കണമെന്നുമാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പല ആൾക്കാരും പറയുന്ന തന്ത്രിയും മന്ത്രിയും അറിയാതെ ഇവിടെ ഒരു ഇല പോലും വരങ്ങില്ല. പലപ്പോഴും കേട്ട് കാണും. ഇതൊരു ലോജിക്കാണ്. ഒന്ന്, മന്ത്രിക്ക് നേരിട്ട് ദേവസ്വം ബോർഡിന് പോലും കൺട്രോൾ ഇല്ല. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ഗവൺമെന്റൽ ബോഡി പോലെ വർക്ക് ചെയ്യുന്നതാണ്. ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരമായ വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റാനാ? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനെ എതിർക്കാത്തത് കൊണ്ടും മറ്റും ചെയ്യുന്നതാണെന്ന് പറയുക. എന്നാലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് അനീതിയാണ്. ഇത് അയ്യപ്പന്റെ ഭാഗത്തു നിന്ന് നീതി ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റെപ്പ് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഫ്ലിംസി ഗ്രൗണ്ട്, ഫ്രിവലസ് ഗ്രൗണ്ട്, ദുർബലവും വൈരുദ്ധ്യവും നിറഞ്ഞൊരു ഗ്രൗണ്ടിലാണ് യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഏതെങ്കിലും ചില കേസുകളുടെ കൂടെ ഗൂഢാലോചന, നിർബന്ധിതം എന്നൊക്കെ വാക്കുകൾ ചേർത്ത് വെച്ചാൽ ഏതൊരാളെയും കൊടുക്കാൻ പറ്റും. വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാൽ മതി. വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാൽ ഏതൊരു കേസിലും ആരെയും കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് അനീതിയാണ് എന്ന് മാധ്യമങ്ങൾ, പൊതുസമൂഹം പറയണം. ഇതോടൊപ്പം വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ, വിശ്വാസ സംഘടനകൾ, ബ്രാഹ്മണ സംഘടനകൾ, തന്ത്രി സംഘടനകൾ അടക്കം അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരും ആദ്യം ഒരു അങ്കലാപ്പിലായിരുന്നു. പക്ഷേ അവരെല്ലാം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇത് വിശ്വാസികളെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനുമുള്ള ഒരു നീക്കം കൂടിയാണ്. വിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്താനുള്ള ഒരു നീക്കം കൂടിയാണ് എന്ന് അയ്യപ്പ ധർമ്മസേനയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, ഒരു അയ്യപ്പ വിശ്വാസിയായ കഴിഞ്ഞ ഏകദേശം 10-18 വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന, ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. താങ്ക് യു. പലരും റിമാൻഡ് റിപ്പോർട്ടൊക്കെ കണ്ടു കാണും, വാർത്ത കണ്ടു കാണും. നിങ്ങൾക്കെങ്കിലും ഒരു നിമിഷം തോന്നിയില്ലേ എന്ത് തരം കേസാണ്? ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല, ഇതൊക്കെ SITക്ക് എങ്ങനെ അറിയാം എന്ന് സ്വാഭാവികം നിങ്ങൾക്ക് തോന്നിയില്ലേ? ദേവൻ അനുമതി കൊടുത്തോ ഇല്ലയോ എന്ന് എങ്ങനെ SITക്ക് മനസ്സിലായി നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇങ്ങനെ പറഞ്ഞാൽ എന്തിനെ ആരെയും കൊടുക്കാൻ പറ്റില്ലേ? ഏത് രീതിയിലും അത് പറ്റില്ലേ? ഇനി നാളെ ദേവൻ അനുമതി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, തന്ത്രി കള്ളത്തരത്തിൽ ദേവൻ അനുമതി മേടിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തോളൂ. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പാലിച്ചില്ല എന്ന് പറഞ്ഞ് ആ പാലിക്കുന്നത് തടഞ്ഞില്ല, ആ വാക്ക് തന്നെ. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല. അവൻ ദേവസ്വം ബോർഡിന് പറ്റിയൊരു പാളിച്ചയ്ക്ക് തന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഇനി പെട്ടെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഈ ആചാരവും അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കാനാണ്. അതായത് ഇന്ന പൂജയ്ക്ക് ഇന്ന പൂവ് വേണം എന്ന് തന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ഒരു പ്രത്യേക പൂജയ്ക്ക് ഇന്ന പൂവ് വേണം. ആ പൂവ് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇന്ന പൂജയ്ക്ക് ഈ പൂവ് വേണം എന്ന് തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. ആ പൂവ് എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്നും ആരുടെ നിന്നാണ് മേടിക്കേണ്ടതെന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. നാളെ ആ പൂ മേടിക്കുമ്പോൾ, അങ്ങനെ പുഷ്പങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കുമ്പോൾ അഴിമതി ഉണ്ടായിരിക്കട്ടെ, തന്ത്രിക്ക് എന്താ ഒരു ഉത്തരവാദിത്വം? അപ്പൊ പറയുകയാണ് തന്ത്രിയാണല്ലോ പൂ മേടിക്കാൻ ഓർഡർ ഇട്ടത്. ശരിയാണ്, തന്ത്രിയാണ് പൂ മേടിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ആ പൂ എവിടെ നിന്ന് മേടിക്കണമെന്നും പൂ അല്ലെങ്കിൽ പൂ ആരുടെ നിന്ന് മേടിക്കണമെന്നും അതിന്റെ കോൺട്രാക്റ്റും അതിന്റെ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളാണ്. ഇത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് ശബരിമല മാത്രമല്ല, എല്ലാ അമ്പലങ്ങളിലും പ്രശ്നം ഉണ്ടാവും. ശബരിമല തന്ത്രിയെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ബാക്കി ഏത് അമ്പലങ്ങളിലെ തന്ത്രിയെ അല്ലെങ്കിൽ പൂജാരിയാണ് കൊടുക്കാൻ കഴിയാത്തത്? നാളെ ഏതെങ്കിലും ദേവസ്വം ബോർഡിന് ഭരണപരമായ വീഴ്ച വന്നാൽ, ഈ കേസിന്റെ ആകത്തുക ഇത്രയുമാണ്, നാളെ ഏതെങ്കിലും അമ്പലത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വീഴ്ച വന്നാൽ, ഏതെങ്കിലും അമ്പലത്തിൽ ഏതെങ്കിലും മോഷണം ഉണ്ടായാൽ, ഏതെങ്കിലും അമ്പലത്തിൽ ഏതെങ്കിലും ക്രമക്കേട് ഉണ്ടായാൽ, ആചാര കാര്യങ്ങളിൽ അവസാന വാക്കായ തന്ത്രി അതിനെ തടഞ്ഞില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തന്ത്രി തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത്. ഇത് അന്യായമാണ്, നമുക്ക് മനസ്സിലാകുന്നില്ലേ? അവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തെ രാഷ്ട്രീയം കളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞത്, ഞാൻ ഇടതുപക്ഷത്തിനോട് വിരോധം അല്ലെങ്കിൽ എതിർപ്പ് ഉള്ള വ്യക്തിയാണ്. ആർക്കും എന്താ പരസ്യമായ രഹസ്യമാണ്, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, ഞാൻ CPM-നോട് അനുകൂലിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ നാളെ CPA-കാരനായ ശങ്കർദാസ് സാറിനെ വേട്ടയാടുന്നത് നമുക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആയി ഈ പെൻഷനെ ചെയ്ത് കിട്ടുന്നത്? ഇത് പറയുന്നത് അദ്ദേഹത്തോട് എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടല്ല, ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല.
പക്ഷേ ബേസിക് നീതിയും സത്യവും വേണം. അതുകൊണ്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ നിങ്ങളാകാം, അടിസ്ഥാന നീതിയും അടിസ്ഥാന ചോദ്യങ്ങളുമാണ് എപ്പോഴെങ്കിലും SIT യോട് നിങ്ങൾ ചോദിക്കുകയും കൂടെ വേണം. എങ്ങനെ മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ബന്ധവും പരിചയം കാണുമല്ലോ, അയ്യപ്പൻ അനുമതി കൊടുത്തില്ലെന്ന് SITക്ക് എങ്ങനെ മനസ്സിലായി? സ്വാഭാവികമായ ചോദ്യമല്ലേ. അയ്യപ്പൻ അനുമതി കൊടുത്തോ ഇല്ലയോ എന്ന് SITക്ക് എങ്ങനെ മനസ്സിലായി? തന്ത്രി ആചാരങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്ന് SITക്ക് എങ്ങനെ മനസ്സിലായി? ഇതിന് വേറെ ആർക്കും മൊഴി കൊടുക്കാൻ പറ്റില്ലല്ലോ, അയ്യപ്പൻ മാത്രമല്ലേ മൊഴി കൊടുക്കാൻ പറ്റൂ. അയ്യപ്പന്റെ മൊഴി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് വലിയ കള്ളത്തരമാണ് നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. ഈ ശബരിമല എന്ന ക്ഷേത്രത്തിന്റെ കോടിക്കണക്കിന് ഭക്തർ വരുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിയെ ഒരു കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും അമ്പലം, ഏതെങ്കിലും തന്ത്രി സേഫ് ആണ്? ഉണ്ട്. നിങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കണം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചോദിക്കണം, ഇല്ലെങ്കിൽ ഈ വസ്തുതകൾ നിങ്ങൾ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തെയോ പള്ളിയെയോ ഒക്കെ അല്ലെങ്കിൽ വിശ്വാസത്തെയോ പൊളിറ്റിക്കൽ ഫുട്ബോൾ ആക്കുന്ന, രാഷ്ട്രീയ ആയുധമാക്കുന്ന ഈ പ്രവണത അവസാനിക്കണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. ഈ ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഈ പറയുന്ന പാളികളെല്ലാം കൊണ്ടുപോയത്. ഒരുപക്ഷെ തന്ത്രിക്ക് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ അതൃപ്തി അവിടെ വെച്ച് അറിയിച്ചില്ല? അദ്ദേഹം അതൃപ്തി അറിയിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്ന ഈ പറയട്ടെ. ഇതിനു മുമ്പ് ഇതേപോലെ സ്ത്രീ പ്രവേശനം ഉണ്ടായിരുന്ന അവിടെ ശുദ്ധി കലശം നടത്തിയ ആളായിരുന്നു തന്ത്രി. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് ഒരു അതൃപ്തി ദേവസ്വം അറിയിക്കായിരുന്നല്ലോ? ഒരു മറുപടി പറഞ്ഞില്ല. കറക്റ്റ് പോയിന്റ് ആണ് താങ്കൾ പറഞ്ഞത്. അതായത് ദേവസ്വം മാനുവൽ വെച്ചാണ് ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നത്. ഓർക്കുക, ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനല്ലേ, തന്ത്രിക്കാണോ? ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷമാണോ ശബരിമല ഉണ്ടായത്? ദേവസ്വം ബോർഡ് ഉണ്ടായതിനു ശേഷമാണോ തന്ത്രി ഉണ്ടായത്? നൂറ്റാണ്ടുകളായിട്ട് ശബരിമലയും അയ്യപ്പനും തന്ത്രിയും ഒക്കെ എവിടെയുണ്ട്? ദേവസ്വം ബോർഡ് എന്ന സംവിധാനം 200 വർഷവും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ 75 വർഷങ്ങളിലാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിൽ വന്നത്. ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് തന്ത്രിയുണ്ട്. ആ ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ദേവസ്വം മാനുവൽ തന്ത്രിയുടെ ഡൊമൈനിൽ വരുന്ന കാര്യമാണോ? അല്ല, ദേവസ്വം ബോർഡിന്റെ ഡൊമൈനിൽ വരുന്ന കാര്യമല്ലേ? ഏതുപോലെ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. നാളെ അവിടെ ഒരു പൂജാവിധി തെറ്റിയിരിക്കട്ടെ, മന്ത്രം ഏതെങ്കിലും ഉപയോഗിക്കുന്ന തെറ്റിയിരിക്കട്ടെ, സാധ്യതയുണ്ടല്ലോ, അവിടെ സംഭവിക്കുന്നല്ല. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യും. അവിടുത്തെ ഏതെങ്കിലും ഒരു പൂജയെ കുറിച്ച് ഒരു വിമർശനം വന്നു, അല്ലെങ്കിൽ പൂജയെ കുറിച്ച് എതിരെ അഭിപ്രായം വന്നു എന്നിരിക്കട്ടെ, ആരെങ്കിലും പരാതി കൊടുത്തു, ഈ രീതിയിലല്ല പടിപൂജ കഴിക്കേണ്ടത്. പടിപൂജ അവിടുത്തെ വളരെ ഫേമസ് ആണ്. ശബരിമല തന്ത്രി ഈ രീതിയിലല്ല പടിപൂജ കഴിക്കേണ്ടത് ഒരാള് വിമർശനം ഉന്നയിച്ച് കേസ് കൊടുത്താൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യൂ. ഇത് രണ്ടും രണ്ട് ഡൊമൈനുകളാണ്. അതായത് ദേവസ്വം മാനുവൽ ഷാർപ്പാണ്. ദേവസ്വം മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങളിലാണ് സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായ കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ. മറ്റേത് ആചാരപരമായ കാര്യങ്ങൾ. നേരത്തെ ഇനി കണ്ഠരര് രാജീവരുടെ എനിക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ യോജിപ്പുണ്ട്, അദ്ദേഹത്തിന് എന്നോട് വിയോജിപ്പുണ്ട്. പക്ഷേ ശ്രീ കണ്ഠരര് രാജീവരുടെ എന്താ പറയുക ധാർമ്മികത നമ്മൾ ഓർക്കേണ്ടത് 2018-19 കാലത്തിൽ പ്രക്ഷോഭത്തിൽ സാക്ഷാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ പറഞ്ഞു, അതായത് കണ്ഠരര് രാജീവർക്കെതിരെ പറഞ്ഞു, അല്ലെങ്കിൽ അടക്കം തന്ത്രിമാർക്കെതിരെ പറഞ്ഞു. പക്ഷെ കണ്ഠരര് രാജീവർ പറഞ്ഞു, ഇവിടെ യുവതികളെ കയറ്റുകയാണെങ്കിൽ ഞാൻ നട അടച്ചിട്ട് പോകുന്നു. അതിനെയാണ് NSS സെക്രട്ടറി സുകുമാരൻ നായർ സാറൊക്കെ വളരെ അഭിനന്ദിച്ച് സംസാരിച്ചത്. ശ്രീ കണ്ഠരര് രാജീവർ പറഞ്ഞു, യുവതികൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നട അടച്ചിട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. യുവതീ പ്രവേശനം ഒരു വിശ്വാസപരമായ കാര്യമാണ്. വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, പാരമ്പര്യം, ഈ കാര്യങ്ങളാണ്. പൂജ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വിശ്വാസത്തിന്റെ ഡൊമൈൻ മാത്രമാണ് തന്ത്രിക്ക്. സാർ ചോദിച്ചതുപോലെ ദേവസ്വം മാനുവൽ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡിന്റെ അല്ലേ? ഇനി താങ്കൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇനി ദേവസ്വം മാനുവലിൽ, അത് ഈ വിശ്വാസപക്ഷത്തിൽ നിന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പക്ഷെ ദേവസ്വം ബോർഡുകാർ പറയുന്നതാണ് ദേവസ്വം മാനുവലിന്റെ ഭാഗവും ദേവസ്വത്തിന്റെ താഴെയും ഒക്കെയാണ് തന്ത്രി വരുന്നതെന്നാണ് അവര് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മറികടക്കാൻ തന്ത്രി ശ്രമിക്കണമായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടക്കം ദേവസ്വം ബോർഡിന്റെ അടക്കം ഉത്തരവല്ലേ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുത്തുവിടണമെന്ന്? അത് തടയാൻ നടപടി തന്ത്രി എവിടെ സ്വീകരിക്കണം? മൗനാനുവാദം കൊടുത്തു, അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, മൗനമായിട്ടിരുന്നു. എന്ത് തരം ആക്ഷൻ? മൗനാനുവാദം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെർമിഷൻ കൊടുത്തു എന്നൊക്കെ തോന്നും. ഒന്നും മിണ്ടിയില്ലെന്നാണ് പറയുന്നത്. മൗനാനുവാദം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എന്തോ തന്ത്രി പെർമിറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. തന്ത്രി ആ വിഷയത്തിൽ മിണ്ടിയില്ലെന്ന്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് വരുമ്പോൾ തന്ത്രി ഇത് പറ്റൂലെന്ന് പറയണം. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ കള്ളം. അങ്ങനെ കൊണ്ടുപോയെന്നിരിക്കട്ടെ, പ്രശ്നമില്ലല്ലോ. അതിനുശേഷം കള്ളത്തരം നടത്തിയതല്ലേ പ്രശ്നം. ജൂലൈ 19, ജൂലൈ 20 അവിടെ നിന്ന് ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ എടുക്കുന്നത്. ഇന്ന് ആ കേസിലും കണ്ഠരര് രാജീവരെ പ്രതി ചേർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കട്ടളപ്പാളികൾ കുറച്ചുകൂടെ മുമ്പാണ്.
അവിടെ നിന്ന് എടുക്കുന്നതിന് എന്താ പ്രശ്നം? അതിൽ കള്ളത്തരം കാണിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം. ഇപ്പൊ ഉദാഹരണം, ദ്വാരപാലക ശില്പങ്ങൾ ജൂലൈ 19, 20 എടുത്ത് 39 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിച്ചത്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്ന ഒരു തെറ്റിന് തന്ത്രി ഉത്തരവാദിയാണോ? ഈ കേസ് അതല്ല, അതിലേക്കും കൂടെ വരും, തന്ത്രിയുടെ പേര് അതിലേക്ക് കൂടെ വരുമെന്നാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വാതിൽ പാളികളുടെ കാര്യം. പിന്നെ 2 SIT കണ്ടെത്തി 2007 മുതലോ 2004 മുതലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പരിചയമുണ്ടെന്ന്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ലോകത്തിൽ എത്രയോ പേരെ പരിചയം കാണും. ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീ പിണറായി വിജയൻ അവர்களോട് ഫോട്ടോ എടുക്കുന്നു, സോണിയാഗാന്ധിയോട് ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കോൺഗ്രസ്, BJP, CPM എല്ലാവരെയും കൊടുത്ത് ഫോട്ടോ എടുക്കുമായിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ ഏതെങ്കിലും IPC സെക്ഷനിൽ കൊടുക്കാൻ കഴിയുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു എന്ന് SIT പറയുന്ന കള്ളത്തരങ്ങളുടെ ഭാഗമാണോ തന്ത്രി എന്ന് എന്തെങ്കിലും കാര്യം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഉദാഹരണം, തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ, തന്ത്രിക്ക് എന്തെങ്കിലും തന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ? ഈ ഗൂഢാലോചന എന്ന വാക്കിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരെയും ഈസിയായി കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തിരിച്ചു പറയുകയാണ്, തന്ത്രിയെ കൊടുക്കാൻ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്ത്രിയെ കൊടുക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നു. അങ്ങനെ ഒരു ദുരാരോപണം പറയാത്തതിന്റെ റീസൺ, ഒരു ആരോപണത്തിന്റെ മറുപടി ദുരാരോപണമല്ല, ആ ആരോപണം കള്ളമാണെന്ന് ചൂണ്ടിക്കാട്ടി സത്യം പറയലാണ്. എല്ലാരും ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് എല്ലാവർക്കും എല്ലാരെയും കൊടുക്കണം. സിമ്പിൾ, ഇത്രയുള്ള കാര്യം. എല്ലാവർക്കും എല്ലാരെയും കൊടുക്കണം, എല്ലാവർക്കും എല്ലാ ദിവസവും ആരെങ്കിലും ജയിലിൽ പോകണം, എല്ലാവർക്കും എല്ലാ ദിവസവും ഏതെങ്കിലും രീതിയിൽ ഇതിൽ പ്രശ്നമുണ്ടെന്ന് വരണം. ഇനി ഞാനിപ്പോ അടുത്ത ആഴ്ച എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയാത്തോണ്ട് പറയുന്നതാണ്. ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞു വെക്കാം. ശബരിമല സ്വർണ്ണ കേസ് ആദ്യം മുതൽ ഫോളോ ചെയ്ത വ്യക്തിയാണ്. ഉണ്ണികൃഷ്ണനെ അടക്കം ആദ്യം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴത്തെ അന്വേഷണ പ്രകാരം വലിയ ഏതെങ്കിലും ഡീല് നടന്നില്ലെങ്കിൽ ഈ കേസ് തന്നെ നിലനിൽക്കുമെന്ന കാര്യം സംശയമാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താ? ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ എടുത്തു. ഇപ്പോഴത്തെ നമ്മുടെ ധാരണ, ഹൈക്കോടതി പറഞ്ഞ സുഭാഷ് കപൂർ, കോർട്സിലാണ് പറയുന്നത്, കാര്യം ഹൈക്കോടതിയുടെ വിധിന്യായത്തിലുണ്ട്, സുഭാഷ് കപൂറിന്റെ മോഡലിൽ വലിയ ഡീല് വല്ലതും നടന്നു എന്നാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ, അല്ലെങ്കിൽ അങ്ങനെയാണ് സൂചന. അങ്ങനെ നടന്നില്ല എന്നാണ് ശ്രീ രമേശ് ചെന്നിത്തലാജി പറഞ്ഞത്, ഒരു വിദേശ വ്യവസായി എന്ന് പറഞ്ഞത്. അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ കേസ് നിലനിൽക്കുപോലുമില്ല. ആത്യന്തികമായ കുറച്ച് ഗ്രാമുകളുടെ വ്യത്യാസം ഒന്ന് മാത്രമേ വരുള്ളൂ. അതായത് കൃത്യം പറഞ്ഞാൽ കട്ടിളപ്പാളികളിൽ നിന്ന് 1.5 കിലോഗ്രാം ഇപ്പൊ അത് 400 ഗ്രാമായി കുറഞ്ഞു. അതിൽ ഗോവർദ്ധൻ അടക്കമുള്ളവർ പറയുന്നത് ഞങ്ങൾ അതിൽ 10 പവൻ മാളികപ്പുറത്തമ്മയ്ക്ക് കൊടുത്തു, 10 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു, അന്നദാനം ഇത് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ ജാമ്യ റിപ്പോർട്ടിൽ നിന്ന് വായിക്കുക. ആത്യന്തികമായി വേറെ ഡീല് ചെയ്തില്ലെങ്കിൽ ഈ ഏതാനും ഗ്രാമുകൾക്ക് വേണ്ടി ഈ വലിയ കള്ളത്തരം നടന്നു എന്ന അസംഷനിലേക്ക് വരേണ്ടി വരും. ആ കേസ് നിൽക്കില്ല. അപ്പോ എനിക്കറിയില്ല ഇനി വലിയ ഡീല് വല്ലതും നടന്നു. നടന്നെങ്കിൽ ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ സാധാരണ വിശ്വാസികൾക്കോ ഇനി വിശ്വാസം ഇല്ലാത്തവർക്കോ പോലോ കൊള്ളയായതുകൊണ്ട് നമുക്ക് എല്ലാം ഇടപെടാൻ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പക്ഷെ അത് നടന്നോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം ബാക്കി തന്ത്രി അടക്കം കുടുക്കി ഇത് ചെയ്യുന്നതിന് എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കണം. സാർ ചോദിച്ചതിന്റെ ഒറ്റ വരിയുള്ള മറുപടി, ദേവസ്വം മാനുവൽ എൻഫോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡിന്റെ മാനുവലും ദേവസ്വം ബോർഡ് മാനുവലും ചിലപ്പോൾ ഉദാഹരണം വളരെ ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ശബരിമലയിൽ ദേവസ്വം മാനുവൽ വെച്ച് ശബരിമലയിൽ ഒരു സാധനം എടുത്ത് വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല. ഒരുപക്ഷെ പലരും കേട്ട് കാണും. അവിടെ വെച്ച് തന്നെ പണി ചെയ്ത് തീർക്കണം, അപ്പൊ 6 മണിയാകാൻ തിരിച്ചു വെക്കണം, അടുത്ത ദിവസം 6 മണിക്ക് വീണ്ടും തുടങ്ങണം. വളരെ കൃത്യമായിട്ടുണ്ട്. അത് തന്ത്രിയാണോ എൻഫോഴ്സ് ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡല്ലേ. അവിടുത്തെ പണി നടക്കുന്ന കാര്യങ്ങൾക്ക് തന്ത്രിയാണോ എൻഫോഴ്സ് ചെയ്യുന്നത്? ഉദാഹരണം, നാളെ അവിടെ മരപ്പണിക്ക് ഒരാൾ വന്നു, നാളെ അവിടുത്തെ കട്ടളപ്പണിക്ക് ഒരാൾ വന്നു, നാളെ അവിടുത്തെ മേൽക്കൂര പണിക്ക് ഒരാൾ വന്നു. അയാൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്താൽ തന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? അത് വിളിച്ചവർക്കല്ലേ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. തന്ത്രിക്ക് കൾപ്പബിലിറ്റി ഇല്ല, അത് ഉണ്ടെന്ന് ഇതുപോലും പറയുന്നില്ല. തന്ത്രിക്ക് ഉത്തരവാദിത്വമെങ്കിലും ഉള്ളൂ. നാളെ 18-ാം പടികളിൽ ഒരു പടിയിൽ നിന്ന് കുറച്ച് സ്വർണം പോയിരിക്കട്ടെ, അല്ലെങ്കിൽ സ്വർണം മാറി അവിടുത്തെ ഏതെങ്കിലും പടി പൊട്ടിയിരിക്കട്ടെ, തന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? അത് ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനല്ലേ. ഈ ദേവസ്വം മാനുവൽ പ്രകാരം ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. അത് എന്തുകൊണ്ടാണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞതിന്റെ റീസൺ ഇതാണ്. ദേവസ്വം മാനുവലിൽ അടക്കം കോട്ട് ചെയ്തിട്ടുണ്ട്, കുറെ പേജുകളുണ്ട്, എല്ലാ പേജുകളും നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടൊക്കെ കിട്ടിക്കാണും, അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. ദേവസ്വം മാനുവൽ പ്രകാരം പോലും ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യത്തെ തന്ത്രി ഇടപെട്ട് തടഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ കള്ളത്തരം എക്സ്പോസ് ചെയ്യണം. കാര്യം തന്ത്രി അടക്കം പറഞ്ഞാല് വിശ്വാസം, ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകുന്ന ആൾക്കാരൊന്നും പറയില്ല. ഇവരെല്ലാം ഒരു വലിയ കൊള്ളയുടെ ഭാഗമാണ്. ഈ പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഞങ്ങളുടെ ആൾക്കാർ മാത്രമൊന്നുമല്ല ജയിലിൽ കിടക്കുന്നത്, തന്ത്രി പോലും ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന പ്രതീതി ജനിപ്പിക്കാനാണ്. 2-3 ദിവസം മുമ്പ് വേറെ 1-2 പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പ്രകാരം SITക്ക് ഈ കാര്യത്തിൽ തന്ത്രിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പ് നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങളിൽ D മണിക്ക് ക്ലീൻ ചിറ്റ് നൽകി എന്ന് പറഞ്ഞു. എനിക്കറിയില്ല. അതേപോലെ
ആൾക്കാരെ സംശയത്തിന്റെ പേരിൽ കരിവാരി തേക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കണം. പിന്നെ സാധാരണക്കാർക്കുള്ള ഏറ്റവും വലിയൊരു ചിന്ത, ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിലെ തന്ത്രിയെ ഏതെങ്കിലും തെളിവില്ലാതെ എന്തെങ്കിലും അടിസ്ഥാനമില്ലാതെ അറസ്റ്റ് ചെയ്യുമോ? ഈ ചിന്ത പലർക്കും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചിന്ത കുറച്ച് എനിക്കും ഉണ്ടായിരുന്നു റിമാൻഡ് റിപ്പോർട്ട് കാണുന്നത് വരെ. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതല്ലേ ബെസ്റ്റ് കേസ് സിനാരിയോ, ക്ലെയിം ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നതല്ലാതെ എന്ത് മെറിറ്റാണ് 60-65 വയസ്സായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അവിടെ ഇട്ട് ടാർഗറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്, കരിവാരി തേക്കുന്നത്, വേട്ടയാടുന്നതിന് എന്ത് സത്യമുള്ള? തന്ത്രിക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പലരും തന്ത്രിക്കെതിരായി എന്താ അവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണ്ടേ. തന്ത്രിക്കെതിരെ മൊഴിയുണ്ട്, എന്താ മൊഴി? നമുക്കറിയില്ല, ആർക്കും അറിയില്ല, ആരുടെയും കുറ്റമായിട്ട് പറയില്ല, ആർക്കും അറിയില്ല. മൊഴിയുണ്ട്, ഇതൊക്കെ എന്ത് മൊഴിയാ? ശരി, തന്ത്രിക്കെതിരെ മൊഴി ഉണ്ടെന്നിരിക്കട്ടെ. മൊഴി എന്താ? ബേസിക്കലി ഏതോ ഒരു കുറ്റം ചെയ്തു, ആ കുറ്റത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യത്തിലാണ് നമ്മൾ മൊഴി എന്ന് പറയുന്നത് അല്ലേ? തന്ത്രിക്കെതിരെ കുറ്റം ഇതാണെങ്കിൽ പിന്നെ എന്ത് മൊഴി ഉണ്ടാവാനാ? ദേവന്റെ അനുമതി മേടിച്ചില്ല, ബാക്കി ആർക്ക് മൊഴി കൊടുക്കാൻ പറ്റും? ഉദാഹരണം, അവിടെ നിൽക്കുന്ന മേശാന്തിക്കോ പരികർമ്മിക്കോ അവിടെ നിൽക്കുന്ന സാധു ബ്രാഹ്മണർ ബാക്കിയുള്ളവർ കാണും, അവർക്ക് മൊഴി കൊടുക്കാൻ പറ്റൂല്ല ദേവന്റെ അനുമതി മേടിച്ചോ ഇല്ലയോ? ശരിക്കും എന്തായി അനുജ്ഞാന്നറിയാമോ? അനുജ്ഞാന വാക്ക് പലർക്കും അറിയില്ല. തന്ത്രി ധ്യാനത്തിലിരുന്ന് ദേവനോട് അനുമതി ചോദിക്കുന്നതാണ് അനുജ്ഞ എന്ന് പറയുന്നത്. അത് ദേവൻ കൊടുത്തോ ഇല്ലയോ, മേടിച്ചോ ഇല്ലയോ, അങ്ങനെ ചോദിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ SIT-ക്കാർക്ക് അറിയും? തന്ത്രിയല്ല, ശരിയാണ്. തന്ത്രി ഇപ്പൊ സ്വയമായി ഞാൻ മേടിച്ചില്ല എന്ന് സ്വയം തെറ്റ് ചെയ്തു എന്ന് പറയും. ഇനി രണ്ട് തന്നു എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കാമേ, ഒരു നിമിഷത്തേക്ക് തന്നു എന്ന് തന്ത്രി പറഞ്ഞാലേ ഇത് തന്നെ SIT-ക്ക് വീണ്ടും പറഞ്ഞൂടെ? കണ്ടോ, ദേവന്റെ അനുമതി തന്നു എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പിന് തന്ത്രി കൂടെ വന്നു. ഇതില് ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് റിപ്പോർട്ടിൽ ദൈവത്തിന്റെ പരാമർശം ഉണ്ടാകുന്നത്. ദേവന്റെ അനുജ്ഞ മേടിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും പോലീസ് റിപ്പോർട്ട്. കാര്യം ദേവന്റെ അനുജ്ഞ മേടിച്ചോ ഇല്ലയോ എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റൂ. ദേവസ്വം ബോർഡാണ് ഉത്തരവിറക്കുന്നതെങ്കിലും ഈ ദേവസ്വം ബോർഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ തന്ത്രിയുടെ കൂടി അനുമതി തേടാറുണ്ട് എന്ന് ആണ് പറയുന്നത്. അങ്ങനെ ആചാരകാര്യങ്ങളിൽ മാത്രമല്ല ഈ പറയുന്ന പോലെ അതെ സാർ, ആചാരത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു. ആ സ്വർണം എടുത്തുകൊണ്ട് പോകുന്ന വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പോഴത്തെ കേസാ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി മാനിപ്പുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. അത് തന്ത്രിയുടെ ഉത്തരവാദിത്വം എങ്ങനെയാവും? ഉദാഹരണം, 39 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിച്ചത്. ഈ കേസല്ല, ദ്വാരപാലക ശില്പങ്ങളുടെ കേസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിളിച്ചു ചോദിക്കേണ്ട ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വം. ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഏതോ ഒരാളല്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2007 ജലഹള്ളി അമ്പലത്തിൽ വെച്ച് തന്ത്രിക്ക് പരിചയമുണ്ട്. എത്രയോ പേർക്കാണ് പരിചയം കാണും. ഉണ്ണികൃഷ്ണൻ പോറ്റി പരികർമ്മിയുടെ സഹായിയായിട്ടോ കീശാന്തിയുടെ സഹായിയായിട്ടോ വന്നു. അതുകൊണ്ട് എത്രയോ അവിടെ നിൽക്കുന്ന ആൾക്ക് പരിചയമുണ്ട്. ഇവര് തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതായത് ഇത് ഇപ്പൊ എന്താ പറയുക, ഇതാണ് ഈ വേഗ് വേർഡ്സ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ ആഴമേറിയ ബന്ധം. എന്താ ബന്ധം? കുറച്ചു നാളായിട്ട് അറിയാം. ദൈവം സഹായിച്ച് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെങ്കിൽ ഈ പേരിൽ എന്നെ കുറച്ച് ചെയ്തത് എന്തിനാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ മകന്റെ കല്യാണത്തിൽ വന്നു. അതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ കല്യാണത്തിന് വരില്ലേ? ഇതിനെ ഗിൽറ്റ് ബൈ അസോസിയേഷൻ എന്നാണ് വിളിക്കുക. അതായത് തെറ്റുകാരൻ ആരോപിക്കുന്ന ഒരാളുടെ കൂടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയാളുടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ഉദാഹരണം, സാമ്പത്തിക ഇടപാട് വല്ലതും ഉണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? ഭാവിയിലുണ്ടോ എന്ന് അറിയാം. ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട്. സാർ, അയാൾ അന്വേഷിച്ചിട്ടല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അത് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ടല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? നേരെ തിരിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടെന്ന പ്രസംഷനിലാണോ പോകുന്നത്? ഇത് യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. സിമ്പിളായി നമുക്ക് എല്ലാം അറിയാം, ആ സത്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. തന്ത്രിയെ കുടുക്കി അപമാനിക്കാൻ ശ്രമിച്ചാൽ തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ചെയ്തതാണ് എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിലേക്ക് പരത്തിയാൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്കാരെ രക്ഷിച്ചെടുക്കാനും മറ്റു ചിലരിലേക്ക് ചോദ്യങ്ങൾ എത്താതിരിക്കാനും കഴിയും. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ്. ഈ യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊടുക്കുന്നതാണ്. സിമ്പിൾ ഭാഷ ഇത്രയേ ഉള്ളൂ. തന്ത്രിയെ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടിയാണ്. അതിന്റെ മറുപടി തിരിച്ചെന്ന CPM-ന്റെ കുറച്ച് ആൾക്കാരെ കൊടുക്കാമെന്നല്ല. ഈ വിഷയത്തിൽ കോടതി പരാമർശ വിധേയമായ ആൾക്കാരുണ്ടെങ്കിൽ അതികഠിനമായി ശിക്ഷിക്കണം, നടപടിയെടുക്കണം. പക്ഷേ 9 ഇടക്കാല വിധിന്യായങ്ങളിലും തന്ത്രിയുടെ പേരില്ല. അതൊരു ഫാക്ട് ആണല്ലോ, ഞാൻ പറയുന്നത് അല്ലൊരു ഫാക്റ്റാണ്. 9 ഇടക്കാല വിധിന്യായങ്ങളിൽ തന്ത്രിയുടെ പേരില്ല. തന്ത്രിയെ കുറിച്ച് ഹൈക്കോടതിയുടെ ഒരു നെഗറ്റീവ് പരാമർശമില്ല. ഹൈക്കോടതി അന്വേഷിച്ച് എഴുതിയെടുക്കാൻ കൊടുത്ത കാര്യങ്ങളിലൊന്നും തന്ത്രിയെ സംബന്ധിക്കുന്ന കാര്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ വേട്ടയാടുന്നതും തന്ത്രിയെ കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഇതാണ്. എതിർ ശബ്ദങ്ങളെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്ത നറേറ്റീവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്.
അതിന്റെ നീ എന്റെ കാര്യം കൂടെ പറഞ്ഞ അവസാനം അതിന്റെ ഭാഗമായിട്ടാണ് തിങ്കളാഴ്ച എന്റെ ജാമ്യങ്ങൾ ഉണ്ടാക്കണം പറഞ്ഞു പോയിട്ടുണ്ട്. ഈ പത്മകുമാറിന് എന്തുകൊണ്ടായിരിക്കും ദൈവതുല്യനായിട്ടുള്ള ഒരാൾ പിന്നിലുണ്ട് എന്ന് പറയാൻ കാരണം? സത്യം പറഞ്ഞ ദൈവതുല്യനായിട്ടുള്ള ആൾക്കാർ അല്ല, രണ്ട് തന്ത്രി ദൈവതുല്യരല്ല. ദൈവമാണ്, നമ്മളാരും മനുഷ്യരാണ് ദൈവതുല്യരല്ല. തന്ത്രിയുടെ സ്ഥാനം ദേവന്റെ അച്ഛനാണ്. ഇതാണ് എന്റെ പൊസിഷൻ, ലീഗൽ പൊസിഷൻ, ഫാക്ച്വൽ പൊസിഷൻ. തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവന് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന വ്യക്തി. ഇത് തന്ത്രി എന്ന് വാക്കിന് അർത്ഥമുള്ളൂ. അത് റിച്വലിസ്റ്റിക് ആയിട്ടാണ് പോണത്. അതായത് മക്കത്തായത്തിലാ പോണേ, മകന്റെ 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 മകൻ എന്ന രീതിയിലാ പോണേ. ഞാൻ അങ്ങനെ മകളുടെ മകനായിട്ട് ജനിച്ച വ്യക്തിയാണ്. ഞങ്ങൾ പഠിക്കുന്നത് വേദാന്തമാണ്, അവർ പഠിക്കുന്നത് പൂജയും കാര്യങ്ങളുമാണ്. അപ്പൊ മക്കത്തായത്തനുസരിച്ച് അതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. അയ്യപ്പ വിശ്വാസിയായും ഈ വിഷയങ്ങൾ പഠിക്കുന്ന ഒരാളുമായിട്ടും ശബരിമല അയ്യപ്പനെ വേണ്ടി ഒരു പോരാളിയുമായിട്ടാണ് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ അവരെ കൊടുക്കാൻ ഇനി പത്മകുമാർ സാറ് ദേവതുല്യനാണെന്ന് പറഞ്ഞിരിക്കാറില്ല. എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഏതെങ്കിലും ഒരാളുടെ മൊഴിയിൽ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? പത്മകുമാർ സാർ എന്ത് പറഞ്ഞു? തന്ത്രിയാണെന്ന് പറഞ്ഞു. തന്ത്രി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാതെ ഒരു പുരോഹിതനെ, പ്രീസ്റ്റിനെ, നാളെ പള്ളിയിലച്ഛനെ അല്ലെങ്കിൽ മൗലവിയെ അല്ലെങ്കിൽ പുരോഹിതനെ, തന്ത്രിയെ, സന്യാസിയെ, ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്നവരെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി അറസ്റ്റ് ചെയ്ത് വേട്ടയാടുന്നത് അങ്ങേയറ്റം അനീതിയാണ്. എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളിൽ പലർക്കും ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ധാരണ ആയിരിക്കില്ല വൈറ്റി റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടാകുന്ന ധാരണ. ഉച്ചയ്ക്ക് നമ്മളെല്ലാം, ഞാനടക്കം ടി വിന്ന് കണ്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി വിചാരിച്ചു ഏതോ വലിയ മെറിറ്റ് ഈ കേസിലുണ്ട്, SIT എന്തോ വലിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ SIT ഈ രീതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ധാരണയായിരുന്നു. എന്നാൽ വൈകിട്ട് ഈ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങൾ പറഞ്ഞു കാണും ഇത്രയേ ഉള്ളല്ലേ. ആദ്യമായിട്ടാണ് IPC പ്രകാരം ദൈവത്തിന്റെ അനുവാദം മേടിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്നേ ഒരു പോലീസ് റിപ്പോർട്ടിൽ ദൈവത്തിന്റെ അനുവാദം എന്ന വാക്കുപോലും ഉണ്ടായി കാണുന്നു. ഇന്നേ വരെ ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥലത്ത് നടന്ന ഏതെങ്കിലും പോലീസ് കേസിൽ, അമ്പലവുമായി ബന്ധപ്പെട്ട കേസിൽ ദൈവത്തിന്റെ അനുമതി എന്നൊരു വാദം, എന്നൊരു ആരോപണം ഇന്നേ വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉന്നയിച്ചു കാണില്ല. ആ ദൈവത്തിന്റെ വാദം ആചാരങ്ങൾ പാലിച്ചില്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാനാണ്. SITയെ ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും വിമർശിക്കില്ല. കാര്യം SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുമുള്ള ഒരു ബോഡിയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടുള്ള താഴ്മയായ അഭ്യർത്ഥന ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാർ സാറും അടക്കം ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെടണമെന്ന. നാളെ ഇൻ കേസ് ഹൈക്കോടതി തിരിച്ച് മെറിറ്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്ത്രിക്കെതിരെ ഹൈക്കോടതി അങ്ങനെ പറയുക ഈ കേസിൽ ചില മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള വിശ്വാസികൾ യാതൊരു സങ്കോചവും ഇല്ലാതെ തന്ത്രിയെ തള്ളി പറയും. കാര്യം നമ്മൾ കോടതിയാണല്ലോ, ആരെങ്കിലും ഒരാളെ വിശ്വസിക്കണമല്ലോ. നമ്മുടെ കോടതി സംവിധാനങ്ങൾ നമുക്ക് കോടതിയിൽ വിശ്വാസമാണ്, പ്രത്യേകിച്ച് ഹൈക്കോടതി പോലെ. അതുകൊണ്ട് നാളെ തന്ത്രിക്കെതിരെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നാൽ, അല്ലെങ്കിൽ ഈ കേസ് അതിശക്തമായ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും, അവർക്ക് കുറെ കുറ്റമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി വന്നാൽ ഇതേ പ്രസ് ക്ലബിൽ, ഞാൻ ജയിലിലല്ലെങ്കിൽ വന്ന് ഞാൻ ഉറപ്പായിട്ടും തന്ത്രിയെ തള്ളിപ്പറയും, പ്രശ്നമില്ല. പക്ഷേ അത് വരുന്നത് വരെ തന്ത്രിയെ കരിവാരി തേക്കരുത്. കാര്യം അദ്ദേഹമാണ് ഇവിടെ അനീതിക്ക് വിധേയമായത്. അദ്ദേഹത്തെയാണ് കള്ളക്കേസ് കുടുക്കിയത്. ശബരിമല തന്ത്രി പോലെ, അതായത് കേരളത്തിലെ ഏറ്റവും പഴയ തന്ത്രി കുടുംബമാണ്. നമ്മുടെ വിശ്വാസപ്രകാരം, വിശ്വാസികളുടെ വിശ്വാസപ്രകാരം കേരളോത്പത്തി കാലത്ത് പരശുരാമൻ ആന്ധ്രാപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ നർമ്മദാ നദിയുടെ ഭാഗങ്ങളിൽ നിന്ന് 2 ബ്രാഹ്മണ കുടുംബങ്ങളെ കൊണ്ടുവന്നു. അതിലൊന്നാണ് ഈ താഴവൺ എന്ന് പറയുന്നത്. ഈ താഴവണ്ണാണ് കൂടുതൽ ശൈവ ക്ഷേത്രങ്ങളുടെ പൂജയെ പറ്റി കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇതേപോലെ മറ്റൊരു പ്രമുഖ കുടുംബവും ഉണ്ട്. ഈ വിവാദ വിഷയമായതുകൊണ്ടാണ് അവരുടെ പേര് പറയാത്തത്. ഏറ്റവും പ്രമുഖമായ കുടുംബമാണ് നമ്മുടെ പുരാതസ്വാമി ക്ഷേത്രവും. അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള കുടുംബവും നമ്മുടെ അടുത്ത ആൾക്കാരുമാണ്. അപ്പോൾ അവരുടെ പേര് ഒരു വിവാദ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ പരാമർശിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. 10ഓ 16ഓ രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട്. ആയിരക്കണക്കിന് അമ്പലങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ദേവന്റെ ആയിരക്കണക്കിന് അമ്പലങ്ങളുടെ പ്രതിഷ്ഠ നടത്തി ദേവന് ദേവചൈതന്യം പകരുന്ന തന്ത്രി ദേവന്റെ പെർമിഷൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കരയണോ, ചിരിക്കണോ, ദേഷ്യപ്പെടണോ, പ്രക്ഷുബ്ധനാകണോ, വിഷമിക്കണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് ദൈവത്തിന്റെ പേരിലെങ്കിലും കള്ളക്കേസ് എടുക്കരുത്. ദൈവത്തെ ഓർത്ത് ദൈവത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ അനുമതി കിട്ടിയില്ല എന്ന പേരിലൊന്നും കള്ളക്കേസ് എടുക്കരുത്. ഫ്രിവിലസ് കേസാണ്. അതുകൊണ്ട് സ്വാമി അയ്യപ്പൻ ഈ വിഷയത്തിൽ നീതി തരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട കോടതി, വിശിഷ്യ ഹൈക്കോടതി, ഈ കേസിൽ ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധ കാണും, ഓൾറെഡി ശ്രദ്ധിക്കണം, ഇടപെടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കാര്യം ആ ജഡ്ജിമാർ ആണ് ഈ ക്ലീനപ്പിന് തുടക്കമിട്ടത്. അവരുടെയാണ് ഏറ്റവും ആദരിക്കുന്ന ഒരു ഇതുള്ളത്. 2, അതോടൊപ്പം ഇതിന്റെ പേരിൽ വേറെ ആൾക്കാരോട് പ്രതികാരം തീർക്കരുത്. ഇതിന്റെ പേരിൽ ഈ പല ആൾക്കാരും ഇന്നലെ തൊട്ട് പറഞ്ഞു, എന്നോടും പറയാൻ പറഞ്ഞു, എന്നാൽ ഇനി അടുത്തത് നമുക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാം. ആ പാവം 83 വയസ്സായ മനുഷ്യനാണ്. തന്ത്രിയെക്കാട്ടി ഒന്നാമത് കണ്ടൊരു രാജീവർക്ക് തന്നെ വയ്യ, പുള്ളിയെക്കാട്ടി വയ്യ ശങ്കർദാസാണ്. സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ്. ഇനി ഇതിന്റെ പേരിൽ ശ്രീ ശങ്കർദാസിനെ കൂടെ വേട്ടയാടണം.
തന്ത്രിയായി ഇനി മെമ്പറും മന്ത്രിയും എന്ന പ്രാസം ഒപ്പിക്കരുത്. അവർക്കെതിരെ ഒന്നും കോടതി പരാമർശങ്ങളില്ല. ശ്രീ കടകംപള്ളിക്കെതിരെ ലഭ്യമായ വിവരത്തിൽ കോടതി പരാമർശമില്ല. ശ്രീ ശങ്കർദാസ് സാറിനെതിരെ കോടതി പരാമർശമില്ല. ഇദ്ദേഹത്തെ രഹസ്യമായിട്ടാണ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് പറയുന്നത് എനിക്കറിയില്ല, ആണെങ്കിലും അല്ലെങ്കിൽ ഇനിയും അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിലെങ്കിലും ശ്രീ ശങ്കർദാസ് അടക്കമുള്ള പ്രായമായ ആൾക്കാർക്കെതിരെ ഇതിന്റെ പേരിൽ ഒരു പ്രതികാര നടപടി എടുക്കരുത്. എനിക്ക് കോൺഗ്രസിനും ബി ജെ പിയോടും അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യവും, തന്ത്രിക്ക് നീതിയാണ് കൊടുക്കേണ്ടത്, ശങ്കർദാസിന് അനീതിയല്ല. തന്ത്രിക്ക് നീതി കിട്ടിയില്ല, തന്ത്രിയെ വേട്ടയാടി എന്നുള്ള സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ ശങ്കർദാസിനും കൂടി ഒരു പണി ഇരിക്കട്ടെ എന്ന് കരുതരുത്. അത് അയ്യപ്പന്റെ പാതയല്ല, മഹാത്മാഗാന്ധിയുടെ പാതയല്ല, നമ്മുടെ വിശ്വാസികളുടെ പാതയല്ല. ആ കാര്യം നിങ്ങൾ ഓർക്കണം. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ആൾക്കാർ, പല ആൾക്കാരും പഞ്ച് ഡയലോഗിന് വേണ്ടി പറയാറുണ്ട്, അയ്യപ്പനെ തൊട്ടാൽ അയ്യപ്പൻ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ. അയ്യപ്പൻ KGF-ലെ റോക്കി ബായി ആണെന്നൊന്നും കരുതരുത്. അയ്യപ്പൻ ഒരു മാഫിയ ഡോണൊന്നുമല്ല. പല ആൾക്കാരും സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദൈവസങ്കല്പങ്ങളെ കുറിച്ച് അറിയാത്തോണ്ടാണ് പറയുന്നത്. അതായത് അയ്യപ്പൻ ഒരു ശാന്തമൂർത്തിയാണ്. ഈ താന്ത്രികമായി പറഞ്ഞാൽ തന്നെ അയ്യപ്പൻ ഒരു രൗദ്രമൂർത്തിയല്ല. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലിരിക്കുന്ന, യോഗ ഭാവത്തിലിരിക്കുന്ന, യോഗദണ്ഡ് സ്വീകരിക്കുന്ന ദൈവസങ്കല്പമാണ് നമുക്ക് സ്വാമി അയ്യപ്പൻ. അതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന ഭാവമുള്ളത്. അല്ലാതെ അയ്യപ്പൻ മറ്റേ KGF-ലെ റോക്കി ഭായിയുടെ ഭാവത്തിൽ എനിക്ക് നേരെ നീ വിരൽ ചൂണ്ടിയാൽ നിന്റെ കൈ വെട്ടു എന്ന് പറയുന്ന വ്യക്തിയല്ല. ഇത് നമ്മൾ നമ്മുടേതായ ഇമോഷൻ വെച്ച് പറയുന്ന കാര്യങ്ങളാണ്, നമ്മുടേതായ. പക്ഷേ ദൈവത്തെ ഓർത്ത് ഈ കേസിൽ മാത്രമല്ല ഏത് കേസിലും അയ്യപ്പൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണി കൊടുക്കാനും പോണില്ല. നമ്മുടെ വിശ്വാസം വെച്ച് നമുക്ക് ഇതെല്ലാം പറയാം. ശബരിമല യുവതികളെ കയറ്റിയ തെറ്റ് തന്നെയായിരുന്നു. അതിന് അന്ന് കയറ്റിന്ന് ആരോപിക്കപ്പെടുന്ന ആരുടെയെങ്കിലും ബന്ധുക്കളെ പിടിച്ച് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയെ പിടിച്ച് കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ആ വിഷയം തീർന്നു. നമ്മൾ ആ വിഷയത്തിൽ ജയിച്ചു, വിശ്വാസികൾ ആ വിഷയത്തിൽ ജയിച്ചു, അത് തീർന്നു. അപ്പോ പ്രതികാരമല്ല ദൈവത്തിന്റെ മാർഗം, അയ്യപ്പൻ റോക്കി ഭായിയുമല്ല എന്ന തിരിച്ചറിവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്ത്രിക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം. എനിക്ക് പേടിയുള്ളത്, എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ വേറെ കൊണ്ടല്ല, ഈ വരുന്ന ദിവസങ്ങളിൽ പ്രഷർ മൂത്ത് ശങ്കർദാസ് സാറിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് എന്റെ പേടി. കാരണം ഈസി ആയിട്ടൊരു മെക്കാനിസം അതാണല്ലോ, ഈസി. അതെ അതെ പറഞ്ഞു. ഇപ്പൊ ഞാൻ വായിച്ചു. പ്രായമായവരല്ലേ. എനിക്ക് അത്ര വലിയ 10-40 പ്രായം. ജയിലിൽ കിടക്കുന്നത് വളരെ മെനക്കേടുള്ള ഒരു പരിപാടിയാണ്, വേറൊന്നും കൊണ്ടല്ല. ജയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ വീടല്ല, അവിടെ താഴെ കിടക്കണം. അത് കുറ്റമായിട്ട് പറയല്ല. ഞാൻ 16 ദിവസം ഒരു കാര്യമില്ല ജയിലിൽ കിടന്നിട്ട് വന്നാണ് വീണ്ടും. അതായത് ആ വ്യക്തിക്ക് എന്നോട് വ്യക്തിവിരോധമുണ്ട്, ആ വ്യക്തിയുടെ ഭർത്താവിനെ അനുകൂലിച്ച് അവർ വീഡിയോ ചെയ്തു, അതുകൊണ്ട് വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസിൽ പോയി. പോലീസ് റിസ്ക് എടുക്കൂല. പോലീസിന് കൃത്യമായിട്ട് അറിയാം വലിയ തെറ്റൊന്നും ഞാൻ, അല്ലെങ്കിൽ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ പോലീസുകാർ പറയും അത് ജീവിതം തന്നതല്ലേ, നമുക്ക് നേരെ കൊണ്ട് കേസ് കൊടുക്കാം. അങ്ങനെ നേരെ കേസ് കൊടുത്ത് തിങ്കളാഴ്ച എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. വെപ്പണൈസിംഗ് ഓഫ് ലീഗൽ സിസ്റ്റം അഥവാ നിയമ സംവിധാനങ്ങളുടെ ദുരുപയോഗം, ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. 2 ദിവസം അവൻ അകത്ത് കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിലെ ദേഷ്യമാണ്. ദൈവത്തെ ഓർത്ത് പറഞ്ഞു തീർക്കുമ്പോൾ അയ്യപ്പൻ അങ്ങനെ കരുതുമെന്ന് പറയരുത്. അയ്യപ്പൻ ഒരു അക്കൗണ്ട് വെച്ച് എല്ലാവരോടും പ്രതികാരം തീർക്കുന്ന രൗദ്രമൂർത്തിയല്ല. അതുകൊണ്ട് അയ്യപ്പന്റെ പേരിൽ പ്രതികാരം ആരോടും, കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും BJP-കാരോടും തന്ത്രിയോടും മന്ത്രിയോടും മെമ്പറോടും ശങ്കർദാസ് സാറിനോടും ചെയ്യരുത്. അതുകൊണ്ട് തന്ത്രിക്ക് നീതി വേണം, അത് ശങ്കർദാസ് സാറിന്റെ അനീതിയായി മാറരുത്. പ്രായമായി വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ കൂടെ പറഞ്ഞില്ലല്ലോ, എനിക്ക് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി അല്ല. അദ്ദേഹം ചെയ്ത ആക്ഷന്റെ പിന്നിലുള്ള മോട്ടിവേഷൻ CPM-ലേക്ക് ചോദ്യങ്ങൾ വരാതിരിക്കാൻ ബ്ലണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്ന് താങ്കൾ മനസ്സിലാവുന്നില്ലേ? അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇപ്പൊ കൃത്യമായി പറയാം, ഈ ആഴ്ച എന്തായാലും ഹൈക്കോടതി വരുമായിരിക്കുമല്ലോ, ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത 10 ദിവസവും. അവിടെയാണ് ഞാൻ പറയുന്നത് ഉത്തരവാദിത്തോടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയല്ലേ, ഹൈക്കോടതി തന്ത്രിക്കെതിരെ നെഗറ്റീവ് പരാമർശങ്ങൾ, വിധിയൊന്നും വരണ്ട, നമുക്ക് പ്രൈമ ഫേഷ്യ ഒബ്സർവേഷൻസ് അല്ലേ കിട്ടുള്ളൂ, ഓറൽ ഒബ്സർവേഷൻസ്. ഹൈക്കോടതി തന്ത്രിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ നിരീക്ഷണം നടത്തുകയാണെങ്കിൽ, ഞാൻ വെളിയിലുണ്ടെങ്കിൽ ഇതേ പത്രസമ്മേളനത്തിൽ വിളിച്ച് ഞാൻ മാപ്പും പറയും, അത് ശരിയല്ലെന്ന് പറയും, തന്ത്രിയെ തെളിയും പറയും. കാര്യം ഈ കേസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ മെറിറ്റില്ല എന്ന്. വേറെ ആരെയും വേണ്ട, കേസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ. ഞാൻ എന്തുകൊണ്ടാണ് ഗൂഢാലോചന ഉപയോഗിക്കാത്തത്? ആ വളരെ മിസ്യൂസബിൾ വേർഡാണ്. എന്തും ഒരു ഗൂഢാലോചന എന്ന് പറയാം, അതൊരു മിസ്യൂസ് ചെയ്യുന്ന വേർഡാണ്. ശ്രീ പിണറായി വിജയൻ ശബരിമല തന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഗൂഢാലോചന നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പഞ്ച് ഡയലോഗും തലക്കെട്ടും തംബ്നെയിലും കിട്ടും. പക്ഷെ അത് നന്മയല്ല. യഥാർത്ഥത്തിൽ തന്ത്രിയോട് അനീതി ചെയ്തു, ഇനി അത് മന്ത്രിയോടും മെമ്പറോടും കൂടി ചെയ്യണം എന്ന് പറയുന്നതല്ല. കോൺഗ്രസിന്റെയും BJP-യുടെയും വളരെ മുതിർന്ന നേതാക്കൾ, ഞാൻ വളരെ ആദരിക്കുന്ന ചില നേതാക്കൾ ഇന്നലെ സംസാരിക്കുന്ന ഞാൻ കേട്ടു. തന്ത്രിയുടെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഇനി മന്ത്രി അല്ലെങ്കിൽ ഇനി മെമ്പറും മന്ത്രിയും. എന്ത് ന്യായം? ഇവർക്കെതിരെ എന്തെങ്കിലും പരാമർശമുണ്ടോ? ശ്രീ കടകംപള്ളിക്കെതിരെ എന്തെങ്കിലും കോടതി പരാമർശമുണ്ടോ?
ഇതിന്റെ പ്രശ്നം നമ്മൾ വളരെ മെക്കാനിക്കലായി കാണരുത്. നമ്മൾ വെളിയിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അകത്ത് കിടക്കുന്നവരുടെ വേദന അറിയണം. ഇവർക്ക് ജീവിതകാലം മുഴുവൻ ഈ അപമാനം ഉണ്ടാവില്ലേ? മരിക്കുന്നത് വരെ ഇവർക്ക് ഈ അപമാനം ഉണ്ടാവില്ലേ? മുമ്പ് കണ്ടൊരു മോഹൻറെ ഇതേപോലെ ഒരു കാര്യത്തിൽ കുടുക്കി, അവസാനം കുടുക്കിയതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷെ ഇന്നും അദ്ദേഹത്തിന് ലേവലുള്ളത് മറ്റൊരു കാര്യമാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ശബരിമലയിൽ കയറാൻ കഴിയില്ല. അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല, അദ്ദേഹം ഒരു കേസിൽ വാദിയാണ്, അദ്ദേഹമാണ് പരാതി കൊടുത്തത്, എന്നിട്ട് അദ്ദേഹത്തെ കുടുക്കുകയും മറ്റും ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയുടെ വിധിയും വന്നു. പക്ഷേ ഒരു ആയുഷ്കാലത്തിന്റെ മനുഷ്യ ജന്മത്തിന് നമ്മുടെ നാണക്കേടും, ഇവർക്കൊക്കെ ഭാര്യ, കുട്ടി, കുടുംബങ്ങളുണ്ട്, ആ മക്കൾക്ക് വീണ്ടും മക്കളുണ്ട്. അപ്പോ ആ രീതിയിലുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം, മനുഷ്യരാണ് എന്നുള്ളൊരു മര്യാദ കാണിക്കണം എന്നായിരിക്കും അഭ്യർത്ഥിക്കാനുള്ളത്. ആവശ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.